ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാ കൂട്ടുകാർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സന്ധ്യ നേരമായിട്ടോ, എന്നാലും വീഡിയോ എടുക്കുകയാണ്. കാരണം ഇന്നും ഓരോ വീഡിയോ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്ത സമയം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ്ട് വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി നാളെ രാവിലെ ജോലിയുള്ള ദിവസമാണ്. അപ്പൊ നാളികേരം പൊളിച്ചു വെച്ചതില്ല. ഉണ്ണിക്കുട്ടനാണെങ്കിൽ കളിക്കാൻ പോയിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ അവൻ വരിക രാത്രി സമയത്തല്ലേ, വൈകുന്നേരം നല്ല ഇരുട്ടായിട്ടാ വരിക. ആ സമയത്ത് ഇനിയിപ്പോ നാളികേരം പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ തന്നെ ഒന്ന് പൊളിച്ചു വെക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കോണിച്ചോട്ടില് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോ ഇവിടെ വിറക് പറയിൽ കൊടന്നിട്ടുട്ടാ നാളികേരമൊക്കെ, അതൊക്കെ വെള്ളം നനഞ്ഞ് കുതിർന്നിട്ട് അതുകൊണ്ട് സുഖമാണ് കേട്ടോ പൊളിക്കാൻ, പെട്ടെന്ന് പൊളിച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2-3 നാളികേരം ഞാനത് പൊളിച്ചു വെക്കട്ടെ. എന്നാൽ നമുക്ക് രാവിലത്തെ സമയമൊക്കെ ഇത് പൊളിക്കാനായിട്ട് വരണ്ടല്ലോ, അത്രയും സമയം നമുക്ക് ലാഭമായിട്ട് കിട്ടും. വേറെ വല്ലതും ചെയ്യാലോ. രാവിലത്തെ നേരമൊക്കെ ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നമ്മൾ ഇരുട്ടായ പോലെ തോന്നുന്നത് സന്ധ്യ നേരമായിട്ടോ, അതുകൊണ്ടാണ്. തീരെ വെളിച്ചമില്ലാത്ത ഇതായിട്ട് ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. ആ സമയത്താണ് ഇതെടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വല്ലാതെ ക്ലിയർ ഇല്ല. ഇപ്പൊ നമ്മുടെ ഫോണും അത്രയൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നാളികേരമൊക്കെ പൊളിച്ച് റെഡിയാക്കട്ടെ. കറിയിലിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ആവശ്യം വരും. പിന്നെ നാളികേരം നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല. നല്ല സുഖമായിട്ട് പൊളിക്കാൻ. കാരണം മറ്റു വേനൽക്കാലത്ത് ഉണങ്ങി കിടക്കുന്ന നാളികേരാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതിപ്പോ കോണിച്ചോട്ടിൽ നനഞ്ഞ് പിണ്ടിയായിട്ട് കിടക്കുകയാണേ. ചകിരിയൊക്കെ കണ്ട് നനഞ്ഞ് കുതിർന്നിരിക്കുന്നു. ഇങ്ങനെ വെക്കുമ്പോഴേക്കും എന്റെ പൊളിഞ്ഞു പോയിരുന്നു. അങ്ങനെയായിരിക്കുന്നു. ഇനി അവിടെ ഇട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ മുളച്ചു വന്നിരുന്നു. ചില നാളികേര കാലം മുളച്ചിട്ടുണ്ട് കേട്ടാ. അവിടെ നിന്ന് മാറ്റിയത് നന്നായി. കാരണം കോണിച്ചോടാണെങ്കിൽ നല്ല നനയുന്നുണ്ടേ, മഴ നനയുന്നുണ്ട്. അതാണ് കഷ്ടം. എത്രയും വേഗം അവിടേക്ക് ഒന്ന് കട്ട വിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്ലീൻ ആയിട്ട് കിടക്കും. ഇത് ചളി പിടിച്ചിട്ട് ആകെ ഇതായിരിക്കുന്നു. ഞാൻ പുറത്തെ ലൈറ്റ് ഇട്ടു. ഈ നമ്മള് ചൂലുരിയാനായിട്ട് കുറച്ച് ഓലക്കൊടി എടുത്തുള്ളൂ. അപ്പൊ അത് ഒന്ന് കുറഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ അകത്തേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് വേഗം ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ഒരു ചൂലിനുള്ളതൊക്കെ ആവും. പറ്റണ പോലെ അത് ചെയ്യും, ഒഴിഞ്ഞെടുക്കാം, ചൂലുഴിയാം. അപ്പൊ ഞാൻ ഈ കയ്യിലൊന്നും ഇപ്പൊ തുണി ചുറ്റും ചെയ്യില്ല കേട്ടോ. ഒരിക്കൽ എന്റെ കയ്യില് ഈർക്കിള് കയറുകയും ചെയ്തു. പക്ഷെ എനിക്ക് തുണി ചുറ്റിയാലൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ചൂലുഴിയുമ്പോ. അപ്പൊ ചൂലുഴിയട്ടെ. ഇനി നമ്മള് ഗ്യാസ് തീർന്നപ്പോഴൊക്കെ കുറച്ച് വിറകൊക്കെ കൊടുന്നിട്ടായിരുന്നു കത്തിച്ചിരുന്നത്. റിസ്ക് ആണ് കേട്ടോ. മഴയത്തൊക്കെ എത്ര ഉണങ്ങിയ വിറകാണെങ്കിലും ഭയങ്കര തണവാണ്, കത്തിക്കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി വെയിലുള്ളപ്പോഴേ ഇനി അടുപ്പത്ത് കത്തിക്കുന്നുള്ളൂ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ചൂല് ഒഴിഞ്ഞ് റെഡിയാക്കട്ടെ. ഒരു ചൂലിനൊന്നും ഉള്ളത് ഉണ്ടാവില്ല തോന്നുന്നു. ഉള്ളതാവട്ടെ, ഉള്ളത് വെച്ചിട്ട് ഒരു ചൂല് ഉണ്ടാക്കണം. ഒന്ന് ഇപ്പൊ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പൊ പെട്ടെന്നൊരു ചൂല് ഉണ്ടാക്കൽ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്തായാലും ഓലമടലൊക്കെ വീണ് കിട്ടിയതല്ലേ. അപ്പൊ അതുമൊന്നൊന്ന് ഇടിഞ്ഞു വെച്ചതാണ്. അപ്പൊ അത് ഉണ്ടാക്കട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ വെറുതെ കണ്ടു പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ താങ്ക്സ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും കൂടിയേ തീരുള്ളൂ. ഞാൻ ഇടയ്ക്ക് മിക്കവാറും ഞാൻ ലൈവ് വരാറുണ്ട് രാവിലെയൊക്കെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കാണാറുണ്ട്. അവരോട് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല, കാരണം രാവിലത്തെ നേരം നല്ല തിരക്കാണ്. അപ്പൊ നിങ്ങളോട് സംസാരിക്കാനും ഇരിക്കാനൊന്നുള്ള സമയം കിട്ടാറില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യം കൂടെ കിട്ടട്ടെ. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പിന്നെ വേറെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? മഴയുടെയും കാര്യങ്ങളും ഒക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ സുഖം ലഭിക്കട്ടെ. ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് ജീവിതം വലിയ കുഴപ്പങ്ങളില്ലാണ്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കാരണം ഓരോ ദുരിതത്തോട് മല്ലിടുന്ന ജീവിതങ്ങളുണ്ട് അല്ലെ. അവരുടെയൊക്കെ മുന്നിൽ നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും വെയിലും മഴയും കൊള്ളാതെയൊക്കെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നു. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പൊ ഞാൻ ചൂലുഴിയേണ്ട തിരക്കിലാണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.